കേരളത്തിലെ ബസ് പ്രേമികളുടെ ആവേശമായ ഒന്നാണ് ആനവണ്ടികൾ. അതായത് നമ്മുടെ സ്വന്തം KSRTC ബസ്സുകൾ. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി KSRTCയുടെ പുത്തൻ സ്റ്റാൻഡേർഡ് ബസ്സുകൾ ഇപ്പോൾ നിരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. വന്ദേ ഭാരത് തീവണ്ടിയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ബസ്സുകളടക്കം KSRTC നിരത്തിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, മുൻകാലങ്ങളെ അപേക്ഷിച്ച് യാത്രക്കാരും KSRTCയിൽ കൂടുതലാണ്. കെ സ്വിഫ്റ്റിൻ്റെ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ്, മിന്നൽ അടക്കമുള്ള ബസ് സർവീസുകൾ യാത്രക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ് എന്നത് മാത്രമല്ല, രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ ഇന്ന് കേരളത്തിൻ്റെ നിരത്തുകളിൽ നമ്മുടെ സ്വന്തം ആനവണ്ടികൾ മാത്രമാണ് ഭൂരിഭാഗം റൂട്ടുകളിലും സർവീസ് നടത്തുന്നത്. ആനവണ്ടികളിലെ യാത്ര എല്ലാവർക്കും ആവേശമുള്ള ഒരു കാര്യം തന്നെയാണ്. ഓർഡിനറി സിനിമയിലടക്കമുള്ള ആ ഗവിയിലേക്കുള്ള മനോഹരമായ യാത്ര എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നത് മാത്രമല്ല, ഓർഡിനറി സിനിമ ഇറങ്ങിയതിന് ശേഷം KSRTCയിൽ ഗവിയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് വനം വകുപ്പും വിനോദസഞ്ചാര വകുപ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ KSRTCയെ നെഗറ്റീവായി ബാധിക്കുന്ന, അല്ലെങ്കിൽ KSRTCയിലെ ചില ജീവനക്കാരുടെ പിടിപ്പുകേട് കൊണ്ട് വന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. രോഗിയായ യാത്രക്കാരന് സീറ്റ് നൽകാത്തതിനും അദ്ദേഹം ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിർത്താത്തതിനും KSRTCക്ക് 30,000 രൂപ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പിഴയിട്ടിരിക്കുകയാണ്. മലപ്പുറം തോട്ടശ്ശേരിയറ സ്വദേശി മുഹമ്മദ് സൈനുദ്ദീൻ കോർമത്തിന്റെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. KSRTC MD യാണ് ഈ പിഴ അടയ്ക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നത്. മുഹമ്മദ് സൈനുദ്ദീൻ തൃശൂർ ആമ്പല്ലൂരിൽ നിന്നും മലപ്പുറം കുളപ്പുറത്തേക്കാണ് ബസ്സിൽ കയറിയത്. ഇരിക്കാൻ സീറ്റ് ഒഴിവില്ലെന്ന് മനസ്സിലായി. രോഗിയായതിനാൽ 3 മണിക്കൂർ നിന്നുകൊണ്ടുള്ള യാത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞത് തൃശൂരിൽ നിന്ന് താങ്കൾക്ക് സീറ്റ് ലഭിക്കുമെന്നാണ്. തൃശൂരിലെത്തിയപ്പോൾ ഒഴിഞ്ഞ സീറ്റുകളിലൊന്നിൽ സൈനുദ്ദീൻ ഇരുന്നു. ബസ് പുറപ്പെട്ടപ്പോൾ ഒരു യാത്രക്കാരനെത്തി സീറ്റ് ഒഴിയണമെന്നും അത് താൻ റിസർവ് ചെയ്തതാണെന്നും അറിയിച്ചു. കണ്ടക്ടറും സീറ്റ് ഒഴിയാൻ ആവശ്യപ്പെട്ടു. അതിനിടയിൽ മറ്റു സീറ്റുകളിൽ യാത്രക്കാർ ഇരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സൈനുദ്ദീൻ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നു. സർവീസ് റോഡിലൂടെ പോകാതെ ദേശീയപാതയിലൂടെ ഓടിച്ചതിനാൽ കക്കാട് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് പകരം കൂരിയാട്ട് ഇറങ്ങേണ്ടി വന്നു. ഇതേ തുടർന്നാണ് ഉപഭോക്തൃ കമ്മീഷനിൽ സൈനുദ്ദീൻ പരാതി നൽകിയത്. 25,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ കോടതി ചെലവും 45 ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്നും അല്ലെങ്കിൽ 9% പലിശയടക്കം നൽകണമെന്നുമാണ് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളായ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചിരിക്കുന്നത്. KSRTC പലപ്പോഴും പഴികേൽക്കുന്നത് ചില ജീവനക്കാരുടെ പെരുമാറ്റം മൂലമാണ്. KSRTCയിലെ ഭൂരിഭാഗം ജീവനക്കാരും യാത്രക്കാരോട് മാന്യമായി പെരുമാറുന്നവരാണ്, യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ്. എന്നാൽ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ചില പുഴുക്കുത്തുകൾ KSRTCയിലുമുണ്ട്. കേരളത്തിന്റെ വികാരമായ, കേരളത്തിന്റെ അഭിമാന സ്തംഭമായ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. ആ KSRTC ബസ്സുകൾ കേരളത്തിലെ യാത്രക്കാർക്ക് എന്നും ഒരു ആശ്വാസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ബംഗളൂരുവിലും മൈസൂരുവിലും ഒക്കെ പോകുമ്പോൾ, മംഗലാപുരത്തും ചെന്നൈയിലും എല്ലാം പോകുമ്പോൾ ഈ KSRTCയുടെ ഒരു ബസ് അവിടെ കണ്ടാൽ നമ്മളുടെ മനസ്സിന് ഉണ്ടാകുന്ന ഒരു കുളിരും സന്തോഷവും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ അഭിമാന സ്തംഭമായ KSRTCയെ കൈപിടിച്ചുയർത്തുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ്. പക്ഷേ അതിനകത്ത് ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ യാത്രക്കാരോട് മാന്യമായി പെരുമാറുന്ന എന്ന് ഉറപ്പുവരുത്താൻ KSRTC MD അടക്കമുള്ളവർക്കും ഗതാഗത മന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട്. അവർ ആ കാര്യം വളരെ വൃത്തിയായി ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്.